Good morning, students. This is Devi Ella, Assistant Professor, Computer Science and Engineering Department at St. Thomas Institute for Science and Technology. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ സബ്ജക്റ്റാണ് ഇൻ 2024 സ്കീമിൽ ഫസ്റ്റ് സബ്ജക്റ്റാണ്. കാരണം 2024 സ്കീമിൽ S3 അതായത് സെക്കൻഡ് ഇയറിലുള്ള ഫസ്റ്റ് സബ്ജക്റ്റാണ്. വൺ ഓഫ് ദി ഫസ്റ്റ് സബ്ജക്റ്റാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സിലബസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അതിൻ്റെ ഒരു മാർക്ക് എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് വരുന്നത്, ഇൻറ്റേർണൽ മാർക്സ് എത്രയാണ്, എക്സ്റ്റേർണൽ മാർക്സ് എത്രയാണ്, ക്രെഡിറ്റ് എങ്ങനെയാണ് ഈ പേപ്പറിൻ്റെത്, ദെൻ what is a course code ആൻഡ് സബ്ജക്റ്റ് നെയിം, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലാക്കുക, 2024 സ്കീമിലെ ഫസ്റ്റ് പേപ്പറാണ്. ഓക്കെ, കാരണം നമുക്ക് ഇതുവരെ 2024 സ്കീമിൽ S1 S2 എക്സാംസ് വരെ ഇതുവരെ തീർന്നിട്ടുള്ളൂ. ഇനി നമ്മൾ S3യുടെ എക്സാം ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് 2019 സ്കീമിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. യെസ്, ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് 2019 സ്കീമിലുണ്ട്. സബ്ജക്റ്റിൻ്റെ പേര് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ 2024 സ്കീമിൽ ആ ഒരു സബ്ജക്റ്റ് നെയിം ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് നോക്കാം. അതിൻ്റെ കോഴ്സ് കോഡ് PCC-ST303 ആണ്. അതിൽ ടീച്ചിങ് അവേഴ്സ് പെർ വീക്ക് എന്ന് പറയുമ്പോൾ ലെക്ചർ അവർ 3യും ട്യൂട്ടോറിയൽ അവർ 1, അങ്ങനെ 4 hours പെർ വീക്കാണ്. ഇനി ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, പിന്നെ ഇൻറ്റേർണൽ മാർക്സ് കണ്ടിന്യൂസ് വാലുവേഷൻ ഇൻറ്റേർണൽ മാർക്സ് എന്ന് പറയുന്നത് 40 ആണ്. എക്സ്റ്റേർണൽ മാർക്ക് ഇപ്പം എക്സ്റ്റേർണൽ യൂണിവേഴ്സിറ്റി മാർക്ക് എന്ന് പറഞ്ഞാൽ 60 ആണ്. സോ എക്സാം അവേഴ്സ് 2 hours per hours 30 minutes, അല്ലെ, 2.5 മണിക്കൂർ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ആസ് യൂഷ്വൽ 2024 സ്കീമിൽ സിലബസ് കവർ ചെയ്യുന്ന 4 മോഡ്യൂൾസ് ആണ്. ഇവിടെ 4 മോഡ്യൂൾസ് ആണ്. ഇവിടെ ഓരോ മോഡ്യൂൾസിനും കോണ്ടാക്ട് അവേഴ്സ് ഫോർ കവറിങ് ദ പെർട്ടിക്കുലർ മോഡ്യൂൾ ഈസ് for each module is 11 hours. So first module okay, contact hours 11 ആണ്. സെക്കൻഡ് മോഡ്യൂളും 11 ആണ്. തേർഡ് മോഡ്യൂളും 11 ആണ്. ഫോർത്ത് മോഡ്യൂളും 11 ആണ്. സോ ഫസ്റ്റ് മോഡ്യൂളിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് അതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ് ആണ്. ദെൻ തേർഡ് മോഡ്യൂൾ ട്രീസ് ആൻഡ് ഗ്രാഫ്സ് ആണ്. ഫോർത്ത് മോഡ്യൂൾ സോർട്ടിങ് ആൻഡ് സെർച്ചിങ്. ഈ പറയുന്ന ഓരോ സെഷൻ, ഇപ്പോൾ ഫസ്റ്റ് മോഡലിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് ഡേറ്റ സ്ട്രക്ചറിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് അതിൻ്റെ അകത്ത് പഠിക്കുന്നത്. മീൻസ് ഡേറ്റ അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്, പെർഫോമൻസ് അനാലിസിസ് ഉണ്ട്, ദെൻ അങ്ങനെ അതേപോലെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഉണ്ട്, ദെൻ സ്റ്റാക്സ് ആൻഡ് ക്യൂസ് ഉണ്ട്, ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റാക്സ് ആൻഡ് ക്യൂസ് ഉണ്ട്, ദെൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ദെൻ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ഈ 2 സെഷനാണ് മോഡ്യൂൾ 2ൽ വരുന്നത്. ഇനി തേർഡ് മോഡ്യൂളിൽ കവർ ചെയ്യുന്ന ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. ട്രീസ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട്, ദെൻ ഗ്രാഫ്സ് എന്ന് പറഞ്ഞ സെഷനുണ്ട്. അപ്പോൾ ഈ 2 സെഷനാണ് തേർഡ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ഇനി ഫോർത്ത് മോഡ്യൂളിൻ്റെ അകത്ത് സോർട്ടിങ് ആൻഡ് സെർച്ചിങ്. സോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു സെഷനുണ്ട്, ദെൻ സെർച്ചിങ് എന്ന് പറഞ്ഞ സെഷനുണ്ട്. അപ്പം ഇത്രയാണ് ഓരോ മോഡ്യൂളിലും കവർ ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക, ഓരോ മോഡ്യൂളിലെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ അകത്ത് ജസ്റ്റ് കോൺസെപ്റ്റ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ, സെക്കൻഡ് മോഡ്യൂളിൻ്റെ അകത്ത് ലിങ്ക്ഡ് ലിസ്റ്റ് മെമ്മറി മാനേജ്മെൻറ്റ് ആണ്, തേർഡ് മോഡ്യൂളിൻ്റെ അകത്ത് ട്രീസ് ആൻഡ് ഗ്രാഫ്സ് ആണ്, ഫോർത്ത് മോഡ്യൂളിൻ്റെ അകത്ത് സോർട്ടിങ് ആൻഡ് സെർച്ചിങ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ വേണം. ഇപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കോൺസെപ്റ്റാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് മെമ്മറി മാനേജ്മെൻറ്റ്. ഓക്കെ, തേർഡ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ ട്രീസ് ആൻഡ് ഗ്രാഫ്സിനെ കുറിച്ച് നമ്മളത് പഠിക്കുന്നത്. അങ്ങനെ ഒരു ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ഫസ്റ്റ് യു നീഡ് ടു നോ അബൌട്ട് ദ സിലബസ് ഓഫ് ഈച്ച് സബ്ജക്റ്റ്. ആദ്യം ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന മുന്നേ ആ സബ്ജക്റ്റിൻ്റെ സിലബസ് എന്താണ്
ഓരോ മോഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്യണമെന്നുള്ളത് പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അസസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. ഇൻറ്റേർണൽ മാർക്സ് വന്ന് 40 ആണ്. എക്സ്റ്റേണൽ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ മാർക്സ് അത് ESC വന്ന് 60 മാർക്സ് ആണ്. ഇതിൽ ഇൻറ്റേർണൽ മാർക്സ് എന്ന് പറയുമ്പോൾ 40 മാർക്സിൻ്റെ സ്പ്ലിറ്റപ്പും സിലബസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 5 മാർക്സ് ഫോർ അറ്റൻഡൻസ്, ദെൻ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ മൈക്രോ പ്രോജക്റ്റിന് 15 മാർക്സ് ആണ്. ദെൻ ഫസ്റ്റ് സീരീസും സെക്കൻഡ് സീരീസ്, ഫസ്റ്റ് സീരീസ് മാർക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 10-ലാണ്, സെക്കൻഡ് സീരീസ് മാർക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 10 ആണ്. സോ നോർമലി ഒരു 40 മാർക്സിനൊക്കെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, 10 മാർക്സിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ അങ്ങനെ സീരീസ് എക്സാംസ് മാത്രം 2 സീരീസ് എക്സാംസും കൂടെ 20 മാർക്സ്, പിന്നെ അസൈൻമെൻറ്റ് 15 മാർക്സ്, സോ 35, പിന്നെ അറ്റൻഡൻസ് 5 മാർക്സ്, അങ്ങനെ ടോട്ടൽ 40 മാർക്സിനാണ് ഇൻറ്റേർണൽ വാല്യുവേഷൻ മാർക്സ്, ഇൻറ്റേർണൽ മാർക്സ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ മാർക്സ് ആണ്. ഇതിൻ്റെ അകത്ത് 2 പാർട്ട് ഉണ്ടാവും, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയ്ക്കകത്ത് നമുക്കറിയാം 4 മൊഡ്യൂൾസ് ആണ്. സോ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് കാണുന്നത്. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ട, പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക കമ്പൽസറി ആണ്. പാർട്ട് ബിയിലും ഇതേപോലെ തന്നെ 4 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വീതമാണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും മാക്സിമം ഒരു 3 സബ് ഡിവിഷൻസ് വരെ വരാം. സോ ഇതിൻ്റെ അകത്ത് പാർട്ട് എയിൽ ഞാൻ പറഞ്ഞു 4 മൊഡ്യൂൾസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വീതം. അപ്പോൾ ഓരോ മൊഡ്യൂൾസ് 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ 4 into 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചാണ്. സോ 8 into 3 24 മാർക്സ് വരും. ദെൻ പാർട്ട് ബിയിൽ ഇതേപോലെ തന്നെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഓരോ മോഡലിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം ഓരോ മോഡ്യൂളിൽ നിന്ന്. ഓരോ മോഡ്യൂളിലും ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് മോഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ, തേർഡ് മോഡ്യൂളിൽ, അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് വി നീഡ് ടു അറ്റംപ്റ്റ് ഫ്രം പാർട്ട് ബി. സോ അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്സ് ആണ്. സോ 4 into 9 36. So total 36 plus 24, that is 60. So external end semester examination mark അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാർക്ക് വന്ന് 60-ലാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം പാസ് മാർക്ക് ഔട്ട് ഓഫ് 60 24 മാർക്ക് മതി പാസ് മാർക്ക്. ഈ പാസ് മാർക്ക് 24 നിങ്ങൾക്ക് പാർട്ട് എയും തന്നെ 24 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 മാർക്സും കിട്ടും. ഇല്ലെങ്കിൽ മാക്സിമം ഒരു 15 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് പാർട്ട് എയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി ഒരു മിനിമം ഒരു 15 മിനിമം ഒരു 15 മാർക്സ് നിങ്ങൾക്ക് പാർട്ട് ബിയിൽ നിന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 2 പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് 24 മാർക്സ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ 2019 സ്കീമിൽ അറിയാമല്ലോ 40 മാർക്സ് ആണ്. എന്നാൽ 2024 സ്കീമിൽ ഓൺലി 24 മാർക്സ് is needed for so 24 marks is a minimum passing score for an exam. സോ അത് കിട്ടാനായിട്ട് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു ഈ 4 മോഡ്യൂൾസിലെ 2 മോഡ്യൂൾസ് നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ഈവൻ ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ്സാവും. പാർട്ട് എയിലും പാർട്ട് ബിയിലും ഒരു ക്വസ്റ്റ്യൻ മീൻസ് ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്ത് ഫുള്ളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ്സാവും. സോ നിങ്ങൾ ഞാൻ പറയുന്നത് മാക്സിമം ഒരു 3 മോഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, ഈവൻ ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ. ദെൻ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മോഡ്യൂൾ സ്കിപ്പ് ചെയ്യാനല്ല, ആ മോഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നോക്കി പോവുക. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് നിങ്ങൾ 3 മോഡ്യൂൾസും ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മാത്രമല്ല അത്രയ്ക്ക് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 3 മോഡ്യൂൾസ് നിങ്ങൾ മീൻസ് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡ്യൂളിൻ്റെ ചില ടോപ്പിക്സ് ഒക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബാക്കി 3 മോഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ ഓക്കെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നല്ല സ്കോർ മേടിക്കാം. ഇനി ഈ പറഞ്ഞ പോലെ 2 മോഡ്യൂൾസ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട്
ബാക്കി 2 മോഡ്യൂളിലെ സെലക്റ്റഡ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുകയാണെങ്കിൽ തന്നെ പാസ്സാവും. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഈ പറയുന്ന ഒരു സിമ്പിൾ എന്താണ് ഒരു വേ ഓഫ് പാസിങ് ദ എക്സാം 2024 സ്കീം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മാർക്സ് മതി. സോ അത് നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്താൽ തന്നെ നിങ്ങൾ പാസ്സാവും മാത്രമല്ല നല്ല സ്കോർ കിട്ടും. ഓക്കെ, സോ അപ്പം ഞാനിത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സെമസ്റ്റർ 3-ലുള്ള ഫസ്റ്റ് എക്സാമാണ്. സോ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. ഫസ്റ്റ് എക്സാം മീൻസ് നിങ്ങളുടെ 2003-ൽ 2024-ൻ്റെ സ്കീമിൽ S3-ലെ ഫസ്റ്റ് എക്സാമാണ്. ഓക്കെ, സോ അതിൻ്റെ കോഴ്സ് കോഡ് PCC ST303 ആണ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു സബ്ജക്റ്റ് എന്താണ്, എന്തിന് സബ്ജക്റ്റ് പഠിക്കണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.